ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു പുഴുക്ക് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എന്താ പുഴുക്ക് എന്ന് പറഞ്ഞാൽ ഈ കാച്ചിൽ അല്ലെങ്കിൽ കാവത്തൊക്കെ വെച്ചിട്ട് നമ്മൾ പുഴുക്കുണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം നാളെ കാവത്ത് പറിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് പറിച്ച് അത് അന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ ഞാൻ വേറൊരു ചാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ച് നോക്കുമ്പോൾ എനിക്ക് ചെറിയ ഒരു കാവത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതിന്ന് രണ്ട് കാവത്തിൻ്റെ ഉരുണികൾ എന്ന് പറയില്ലേ, ചെറിയ എന്താ പറയുക, ഒരു ഇത്ര വലിപ്പമുള്ള ഒരു ഇതൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കാവത്ത്. അപ്പോൾ അത് വെച്ചിട്ടാണ് എനിക്ക് ഇതാണ്ടോ ഈ ഒരു കാവത്ത്, അതുപോലെ ഈ ഒരു കാവത്തൊക്കെ എനിക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇത് ഞാൻ മുറിച്ചതാണ് ഇപ്പോൾ. അപ്പോൾ ഞാനിത് നീലക്കാവത്ത് എന്ന് വിചാരിച്ചപ്പോൾ വെറും ഉള്ളൊക്കെ നീലയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് കഴിഞ്ഞ വർഷം അതേപോലെ തന്നെയാണ്, ഇതിൻ്റെ വിത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഓർമ്മയിൽ നീല, ഉള്ളിലും നീലയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. മുറിച്ച് നോക്കുമ്പോൾ നല്ല വെള്ള കളറാണ് കേട്ടോ. പുറം മാത്രം ഒരു വയലറ്റ് കളറ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല പ്രോട്ടീനുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാൻ ഒക്കെ ചാക്കിലും ഒക്കെ ഇട്ട് നമ്മൾ തന്നെ കൃഷി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ഒരു കിലോനോ 1.5 കിലോനൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഒരു ചാക്കിലാണ് വെച്ചിട്ടുള്ളത്. ഇതും ഉണ്ടാവും ഇപ്പോൾ 1 കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് പുഴുക്കുണ്ടാക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടിച്ചക്ക കഷ്ണമുണ്ട്. പിന്നെ പോളയൊന്നുമില്ല കേട്ടോ. വെള്ളപ്പയർ, ചെറുപയറൊക്കെ ചേർത്തിട്ടാണ് നമ്മളിന്ന് ഇത് വയ്ക്കുന്നത്, പുഴുക്ക് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാവത്ത് തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളപ്പയറും പിന്നെ ചെറുപയറും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇടിച്ചക്കയാണ്. അപ്പോൾ ഇടിച്ചക്ക മുറുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു കറുത്തും കായ അറുത്തിട്ടുണ്ടായിരുന്നു. കാവത്തായി, ഇടിച്ചക്കയായി. ഇനിയൊക്കെ ചേർത്ത് ഇതും കൂടെ നമുക്ക് ചേർക്കാം. കുറേശ്ശെ ഇതിൽ കൂടെ ചേർത്ത് നമുക്ക് പുഴുക്കുണ്ടാക്കാം. പിന്നെ ഇതുകൊണ്ട് ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഒക്കെ നാടനാണ്. അപ്പോൾ നമ്മൾ വെള്ളപ്പയർ വേവിക്കാൻ വെച്ചിരുന്നു. അപ്പം അതിലേക്ക് ഇടിച്ചക്ക ഇട്ട് കൊടുത്തു, കാവത്തിട്ടു, പിന്നെ കറുത്തും കായ ഇട്ടു, എല്ലാതും ഇട്ടിട്ട് നമ്മൾ ഇത് മൊത്തമായി വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല പരുവായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അരപ്പും കൂടി ചേർത്ത് കാണിക്കാം കേട്ടോ. ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് എടുക്കാം വേണ്ടവർക്ക്. ഇത് ഞാൻ ചീനമുളക് ഉണങ്ങിയതാണ്. പിന്നെ ജീരകം, തേങ്ങ, ഇനി കുറച്ച് വേപ്പില പൊട്ടിച്ചിട്ട് വരണം. അതും കൂടെ ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് പുഴുക്കാക്കി മാറ്റിയെടുക്കാം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് വേണ്ട തേങ്ങ ഞാൻ ഇതിൽ ചതക്കുക കേട്ടോ ചെയ്യുന്നത്. ആ മുളകും പിന്നെ തേങ്ങയും വേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഞാൻ ഇതിൽ ചതയ്ക്കണതാണ് എനിക്കിഷ്ടം. എന്താ വെച്ചാൽ മിക്സിയിൽ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് അരഞ്ഞ് പോവുള്ളൂ. അത് ചതഞ്ഞാലാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക പുഴുക്കിന്. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കഷ്ണം ഈ ഒരു പരുവായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം, ചതച്ച് വെച്ച്. ഇത് ചേർത്ത് നമ്മൾ വെളിച്ചെണ്ണ പൊളിച്ച് വെച്ചാൽ നമ്മുടെ പുഴുക്ക് റെഡിയായി കേട്ടോ. അപ്പം നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല കഞ്ഞിയുടെ കൂടെ, അതുപോലെ വെറുതെ ചായക്ക് കഴിക്കാൻ ഒക്കെ നല്ല ഒരു സാധനമാണ് കേട്ടോ. നമ്മളെ നാടൻ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനം പുഴുക്കാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ എല്ലാവരും. പിന്നെ ലൈക്കും ചെയ്യണേ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ഫുഡാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു പുഴുക്കും കഞ്ഞി എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്ക് നല്ലൊരു പഴയ കാല ഓർമ്മകൾ പുതുക്കാൻ പോലും നല്ലതാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.